Hi everyone, this is Abin from Abika. അങ്ങനെ നമ്മുടെ iOS 17.3 ഫസ്റ്റ് ബീറ്റ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 5.72 GB എൻ്റെ ഐഫോൺ 11ൽ വന്നിരിക്കുന്നത്. മിക്കവാറും ഒരു 6 മുതൽ 7 GB ഉള്ളിലായിരിക്കും ഈ ഒരു ബീറ്റ 1 നമുക്ക് വരാനുള്ള ചാൻസ്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 17.3 beta 1 release ചെയ്യുന്നുണ്ട്, macOS 14.3 beta 1 release ചെയ്യുന്നുണ്ട്, watchOS 10.3 beta 1 release ചെയ്യുന്നുണ്ട്, HomePodOS and tvOS 17.3 beta 1 release ചെയ്യുന്നുണ്ട്, നമ്മുടെ വിഷൻ പ്രോ 1 beta 7 ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പഴയ ഡിവൈസുകളുടെ അപ്ഡേഷൻസും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ 17.3 ബീറ്റ 1 വിശേഷങ്ങൾ പറയാൻ തൊട്ടു മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാരുണ്ട്. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 17.3 21D 5026F എന്ന് നമ്മുടെ ഈ ആൽഫബറ്റ് എയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ നമുക്കിനി ബീറ്റ 2 കിട്ടണമെങ്കിൽ കുറച്ചധികം താമസമുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു 17.3 ബീറ്റ 1ൽ നമുക്കൊരു പുതിയ മോഡൽ ഫോമിൻ്റെ അപ്ഡേഷനും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനുള്ള ചാൻസും നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ ലഭിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത മാറ്റം എന്ന് പറയുന്നത് ആപ്പിൾ എല്ലാവരും സർപ്രൈസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലെയർ ഓഫ് സെക്യൂരിറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതൊരു ബീറ്റ പ്രിവ്യൂ ആണ്. പക്ഷേ ഈ ഒരു സെക്യൂരിറ്റി ലെയർ നമ്മുടെ ഡിവൈസിന് കുറച്ചും കൂടെ ഒരു പ്രൊട്ടക്ഷൻ തരികയാണ്. ഇവിടെ അതിൻ്റെ ചെറിയൊരു ബ്രീഫിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിവൈസ് എവിടെയെങ്കിലും കാണാതെ പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ പാസ്കോഡ് എടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ചില സെക്യൂരിറ്റി മെഷേഴ്സ് ആപ്പിലൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ 3 ലെയർ ഓഫ് സെക്യൂരിറ്റി അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് ചേഞ്ചസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ഫേസ് ഐ ഡി ആണ് നമ്മുടെ പാസ്വേഡ് അവർ കറക്റ്റായിട്ട് എടുക്കാൻ. അതേപോലെ നമ്മുടെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ, അതേപോലെ ആപ്പിൾ ഐ ഡി മാറ്റാനായിട്ടുള്ള നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ആവശ്യപ്പെടും, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡിലേ ആവശ്യപ്പെടും. അതേപോലെ നമ്മുടെ ഡിവൈസ്, നമ്മുടെ വീട്, അതേപോലെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ചില ലൊക്കേഷൻസിൽ മാത്രമാണ് ഒരു ഡിലേയും കൂടാതെ നമുക്ക് ഈ പറയുന്ന സെക്യൂരിറ്റി കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ ഈ പറയുന്ന ഡിവൈസിൽ നമ്മൾ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റീവ് ഫേസ് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് വരും. നമുക്ക് ഇവിടെ ഒരു മണിക്കൂറിൻ്റെ ഡിലേ കാണിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാം, പക്ഷേ വേറെ ഒരു കാര്യങ്ങളും മാറ്റാൻ പറ്റില്ല. ഇത് നമ്മുടെ ഡിവൈസിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റി കുറച്ചും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആപ്പിൾ ഈ ലെയർ ഓഫ് സെക്യൂരിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സെറ്റിങ്സിൽ പോവുക. ഇവിടെ ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് നമ്മൾ നേരെ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓഫ് എന്ന്. അത് നമ്മൾ ഓൺ ചെയ്യുക. ഇവിടെ ഓൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓപ്ഷൻ ഓൺ ആയെന്നാണ് കാണിക്കുന്നത്. വേറെ ഒരു പ്രോംപ്റ്റോ ബാക്കി കാര്യങ്ങളോ കാണിക്കുന്നില്ല. ഇനി ഞങ്ങൾ ടേൺ ഓഫ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫേസ് ഐ ഡി ചോദിക്കുന്നുണ്ട്. എന്നാൽ മാത്രമാണ് എനിക്ക് ഈ പറയുന്ന സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ എന്ത് ആക്ഷൻ ചെയ്യണമെങ്കിലും നമ്മുടെ ഫേസ് ഐ ഡി ചോദിക്കും. ഈവൻ ദോ നമുക്ക് വേറെ ഏത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനും ഈ ഒരു ഓപ്ഷൻ ഡിലേ ആവില്ല, അല്ലെങ്കിൽ ക്രാക്ക് ആവില്ല എന്നാണ് ആപ്പിൾ പറയുന്നത്. അടുത്ത വന്ന മാറ്റം നമ്മുടെ iOS 17.2ൽ ആപ്പിൾ കൊണ്ടുവന്നു, പക്ഷേ ഇത് റിമൂവ് ചെയ്തു. ഇപ്പോൾ iOS 17.3 ഫസ്റ്റ് ബീറ്റിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് കൊളാബറേറ്റ് പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു പ്ലേലിസ്റ്റ് എടുത്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കും മനസ്സിലാവും ആ ഒരു കൊളാബറേറ്റിൻ്റെ ചിഹ്നം ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഈ പറഞ്ഞ ഇൻവിറ്റേഷൻ ലഭിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എല്ലാവർക്കും കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ആപ്പിൾ തിരിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ഈ പറഞ്ഞ ജേണൽ ആപ്പിലാണ്. ജേണൽ ആപ്പ് iOS 17.2ൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ അതിന് അഡീഷണൽ ഫീച്ചേഴ്സായിട്ട് നമ്മുടെ iOS 17.3 ബീറ്റയിൽ കുറച്ച് കാര്യങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്.
സെറ്റിങ്സിൽ പോവുക, അവിടെ നേരെ നമ്മുടെ ഈ പറഞ്ഞ ജേണൽ ആപ്പിലേക്ക് പോവുക. ജേണൽ ആപ്പിൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും അലോ ജേണൽ ടു ആക്സസ് എന്ന ഓപ്ഷനിൽ കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ കൂടുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ അതേപോലെ മാറ്റങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു iOS 17.2 യൂസർ ആണെങ്കിൽ അല്ലെങ്കിൽ 17.3 ബേറ്റ അപ്ഡേഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്കുള്ള മാറ്റം നമ്മുടെ ഈ പറയുന്ന ജേണൽ ആപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ iOS 17.3ൻ്റെ ബേറ്റ 1ൽ വന്ന ബഗ് ഫിക്സസും ബഗ്ഗുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. പക്ഷേ നമ്മുടെ ഫീഡ്ബാക്ക് ആപ്പിൾ ഒന്നും നമുക്കിപ്പോൾ റീസെൻ്റ് ആക്ടിവിറ്റിയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള യൂഷ്വലി ഒരു 2-3 മണിക്കൂറാണ് ഡിലേ വരാറ്. ഇവിടെ ഇത്രയും നേരമായിട്ടും ആ റീസെൻ്റ് ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ റിലീസ് നോട്ടിൽ ആപ്പിൾ ഒന്നും ഫെച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ ഫെച്ച് ചെയ്താൽ മാത്രം അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഈ പറഞ്ഞ ബേറ്റയിൽ എന്തൊക്കെ ബഗ്ഗുകളുണ്ട് അതേപോലെ എന്തൊക്കെ ഇഷ്യൂസാണ് റിസോൾവ് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ആ ഒരു കാര്യം അറിയാൻ പറ്റില്ല. നേരത്തെ ഉണ്ടായ ആ ഒരു ബഗ്ഗുകളുടെ കാര്യമനുസരിച്ച് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ക്ലട്ടറിങ് ഇപ്പോഴും എനിക്ക് നിൽക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം സ്മൂത്താണെങ്കിലും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ക്ലട്ടറിങ് എനിക്കിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയ പെർഫോമൻസ് തന്നെ എനിക്ക് ഈ ഡിവൈസിന് ലഭിക്കുന്നുണ്ട്. എനിക്ക് സ്മൂത്ത് തന്നെയാണ്. ബാക്കി ഒരു ഡിലേയും അതേപോലെ ക്ലട്ടറിങ്ങും എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ പറയുന്ന വെതർ ആപ്പ് എടുക്കാം. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ലോഡായിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഷോ ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ആക്സസ് ചെയ്യണം. ഇനി നമ്മുടെ ക്യാമറ എടുക്കാം. ക്യാമറ ഫാസ്റ്റാണ്. ഇനി നമുക്ക് ഈ പറഞ്ഞ ആപ്പ് സ്റ്റോർ എടുക്കാം. ആപ്പ് സ്റ്റോറും ഓപ്പൺ ആവാൻ ഫാസ്റ്റ് ആയിരിക്കും, ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കോണ്ടൻറ്റ് ലോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിവൈസിൽ ഇൻ്റർനെറ്റ് സ്പീഡും കൂടെ നമുക്ക് ആക്സസ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഈ പറയുന്ന ഏതെടുക്കാം, കലണ്ടർ എടുക്കാം. കലണ്ടർ ഫാസ്റ്റായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഹെൽത്ത് എടുക്കാം. ഹെൽത്തും അത്യാവശ്യം നന്നായിട്ട് ഫാസ്റ്റായിട്ട് ലോഡായിട്ടുണ്ട്. ആപ്പ് ലോഞ്ചിങ്ങും ബാക്കി കാര്യങ്ങളും ഇപ്പോൾ ആസ് ഓഫ് നൗ എൻ്റെ ഈ ഒരു യൂസേജിൽ നല്ല രീതിക്ക് പെർഫോമൻസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഗീക്ക് ബെഞ്ച് കൗണ്ട് റിസൾട്ട് അവസാനം നോക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ലൊരു ഹീറ്റ് മാനേജ്മെൻറ്റ് എനിക്ക് ഇത്രയും നേരം ലഭിക്കുന്നുണ്ട്. വലിയ ചൂടോ അതേപോലെ വലിയ ഇഷ്യൂസോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സൈഡ് ബാർ ആണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല കൂളായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. വലിയ ചൂടോ കാര്യങ്ങളോ എനിക്ക് ഈ പറഞ്ഞ ഡിവൈസിൽ നിന്ന് ഫീൽ ചെയ്യുന്നില്ല. ബാറ്ററിയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട്, ഒരു ഡിവൈസ് അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ബാറ്ററി പെർഫോമൻസ് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു ബാറ്ററി നേരത്തെ ആയിരുന്ന യൂസേജ് പോലെ ആയിരിക്കില്ല നമ്മുടെ പുതിയ OS വന്നതിന് ശേഷം. ആ ഒരു പുതിയ iOS അപ്ഡേറ്റിന് ശേഷം നമ്മൾ 2-3 ദിവസം തറവായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസ് ആ ഒരു OSൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായ പോലെ 82% ഒരു ബാറ്ററി ഹെൽത്ത് നിലനിൽക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ ബാറ്ററിയുടെ ലോഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് ഞാൻ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ചാർജ് ചെയ്യുന്നുണ്ട്. രാത്രി ചാർജ് ചെയ്യുന്ന പ്രകൃതമാണ് എൻ്റെ. ഇപ്പോൾ നമ്മൾ കുത്തിയിട്ടാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി പോസ് ചെയ്യും. അതിനുശേഷം ഒരു 3 to 6 ആകുമ്പോഴാണ് നമ്മുടെ ഡിവൈസ് ബാക്കി ചാർജിങ് റെസ്യൂം ചെയ്യുന്നത്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറും 31 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറും 32 മിനിറ്റുമാണ്. അത്യാവശ്യം നല്ല സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങും അതേപോലെ നമ്മുടെ ബേസിക് തിങ്സും ഞാൻ ഈ പറഞ്ഞ ഡിവൈസിൽ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ iOS 7.3ൻ്റെ ബേറ്റ 2 എന്നാണ് ലഭിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു ബേറ്റ ടെസ്റ്ററാണ്, നിങ്ങളൊരു പ്രൈമറി ഫോൺ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഈ iOS 17.3ൻ്റെ ബേറ്റ 1 അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. അതിന് കുറച്ച് സോളിഡായ റീസൺസ് ഉണ്ട്. കാരണം ഇനി നമുക്കൊരു ബേറ്റ 2 ലഭിക്കണമെങ്കിൽ ജാനുവരി ഒരു 2nd വീക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിൻ്റെ എൻഡിങ്ങോ ആവണം. അത്രമാത്രം ഡിലേ നമുക്ക് ഇനി അടുത്തൊരു അപ്ഡേഷനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങളുടെ iOS 17.3 ബേറ്റ 1ൽ എന്തെങ്കിലും ബഗ്ഗോ നിങ്ങൾ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോൺ അതേപോലെ വാട്സാപ്പ് എന്തെങ്കിലും ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ ക്രാഷ് ആവുക, ഡിലേ ആവുക എന്നീ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രൈമറി യൂസറാണ് അല്ലെങ്കിൽ ഒറ്റ സിംഗിൾ ഡിവൈസ് യൂസർ ആണെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ബേറ്റ ചെയ്യാതിരിക്കാൻ നോക്കുക. നമുക്ക് iOS 17.3 ഒഫീഷ്യൽ അപ്ഡേറ്റ് മിക്കവാറും ഈ പറഞ്ഞ ജാനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമായിട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇനി നമ്മുടെ iOS 17.3 ബേറ്റ 1 അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഗീക്ക് ബെഞ്ച് സ്കോർ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ സിംഗിൾ കോർ വന്നിരിക്കുന്നത് 1713 ആണ്. മൾട്ടി കോർ വരുന്നത് 3495 ഈ ഒരു ഡിവൈസിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയ പെർഫോമൻസിൻ്റെ റിസൾട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്.
എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗിഗ്ബൻ സ്കോർ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസ് ചൂടാവും. എന്നാൽ പോലും ഇപ്പോഴും എൻ്റെ ഡിവൈസിൽ അത്രമാത്രം ചൂട് ക്രിയേറ്റ് ആയിട്ടുള്ള നല്ലൊരു ഹീറ്റ് മാനേജ്മെൻറ്റ് ഈ ഒരു അപ്ഡേഷൻ ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന iOS 17.3 ബീറ്റ 1ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ഇതേപോലെ പുതിയ പുതിയ അപ്ഡേഷൻസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. നമ്മുടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഒരു പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Abin Xavier signing from Evica.